ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വികസനത്തിന് 500 കോടി രൂപയാണ് നീക്കിവെച്ചത്. ഈ പണം പ്രധാനമായും ചിലവഴിക്കുക വിദ്യാഭ്യാസത്തിനു വേണ്ടി 3 മികവിന്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും സർക്കാർ സെക്കൻഡറി സ്കൂളുകളിലും ഇന്റർനെറ്റ് സൗകര്യം ഉറപ്പാക്കും. ഉൾനാടുകളിലെ ആയിരക്കണക്കിന് വിദ്യാലയങ്ങൾക്ക് ഈ പദ്ധതിയുടെ ഗുണം ലഭിക്കും. സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ രാജ്യത്തെ 50 ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വികസിപ്പിക്കാനുള്ള പദ്ധതിയാണ് മറ്റൊരു പ്രത്യേകത. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ തൊഴിലെടുക്കുന്നവരെ ബജറ്റ് പരിഗണിച്ചു. പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്കും ജിഗ് തൊഴിലാളികൾക്കും തിരിച്ചറിയൽ കാർഡുകൾ നൽകും. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തും. തെരുവോര കച്ചവടക്കാർക്ക് UPI ലിങ്ക്ഡ് ക്രെഡിറ്റ് കാർഡുകൾ നൽകും. ഇന്ത്യ പോസ്റ്റിനെ രാജ്യത്തെ ഏറ്റവും വലിയ ലോജിസ്റ്റിക് കമ്പനിയാക്കുമെന്ന പ്രഖ്യാപനം വലിയ കാൽവെപ്പാണ്. ഇലക്ട്രിക് വാഹനങ്ങൾക്കും മൊബൈൽ ഫോണുകൾക്കും വില കുറയുമെന്നത് ആശ്വാസകരമായ നടപടി. പക്ഷേ പലപ്പോഴും പിന്തള്ളപ്പെട്ടു പോകുന്ന ആദിവാസി ദളിത് വിഭാഗങ്ങൾക്ക് ഇത്തവണത്തെ ബജറ്റിലും വേണ്ട പരിഗണനയില്ല എന്ന് വിമർശനം ശക്തം. എല്ലാ ബജറ്റിലും SC/ST വിഭാഗങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്കീമുകൾ പ്രഖ്യാപിക്കും, അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാറുണ്ട് എല്ലാ ബജറ്റിലും. എന്നാൽ ആ വിഭാഗത്തിൻ്റെ പേര് പോലും ഏതെങ്കിലും ഒരു സ്കീം അവർക്ക് വേണ്ടി കൊണ്ടുവന്നതായിട്ടോ നിലവിലെ അവരുടെ പദ്ധതികൾ ഏതെങ്കിലും വർദ്ധിപ്പിച്ചോ, സ്കോളർഷിപ്പ് വർധനവ്, അതല്ലെങ്കിൽ മുദ്രാ ലോണിൻ്റെ കാര്യത്തിൽ മറ്റ് ഒട്ടനവധി കാര്യങ്ങളിൽ SC/ST വിഭാഗങ്ങളെ പൂർണ്ണമായും തടഞ്ഞിരിക്കും. തൊഴിലുറപ്പ് പദ്ധതി കൂടുതൽ കാര്യക്ഷമമാക്കാനും തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കാനുമുള്ള യാതൊരു നിർദ്ദേശവും ബജറ്റിലില്ല. കഴിഞ്ഞ 2 തവണയും നീക്കിവെച്ച അതേ തുക തന്നെയാണ് ഇത്തവണത്തെ ബജറ്റിലുമുള്ളത്. യുവജനങ്ങൾക്കായി പ്രത്യേക പ്രഖ്യാപനങ്ങളില്ല. രാജ്യത്തെ തൊഴിൽദാതാവ്, ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽദാതാവ് എന്ന് പറയാവുന്ന മേഖല സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. അവിടെ ലക്ഷക്കണക്കിന് ഒഴിവുകൾ ഇപ്പോഴും വേക്കൻ്റായി കിടക്കുകയാണ്. അത് ഫില്ല് ചെയ്യുന്നുള്ള ഒരു നടപടിയും കേന്ദ്ര സർക്കാർ ഈ ബഡ്ജറ്റിൽ പറയുന്നില്ല. അങ്ങനെ ഒരു സമീപനവും പ്രഖ്യാപിക്കുന്നില്ല. തൊഴിൽ സമയം വർദ്ധിപ്പിക്കണമെന്ന മുതലാളിമാരുടെ ആവശ്യത്തിന് സർക്കാർ വഴങ്ങുന്നുവെന്നും പ്രതിപക്ഷ MPമാർ ചൂണ്ടിക്കാട്ടുന്നു. മധ്യവർഗത്തെ സഹായിച്ച ബജറ്റ് രാജ്യത്തെ മഹാഭൂരിപക്ഷമായ ഏറ്റവും പാവപ്പെട്ട ജനങ്ങളെ തഴഞ്ഞു എന്ന് വിമർശിക്കുന്നു പ്രതിപക്ഷം. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.